തിരുവനന്തപുരം ബാലരാമപുരത്താണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടിയാണ് ഇന്നലെ ബാത്റൂമിൽ ജീവനൊടുക്കിയത്. ഗന്ധകവും വിരിയുന്ന തടാകമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ദൈവവചനമാണ് നാം കേട്ടത്. സ്വർഗ്ഗദ്വാരം തുറക്കൂ, കാരുണ്യവായ്പോടെ നോക്കൂ. സ്വർഗ്ഗദ്വാരം തുറക്കൂ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻവിളി കേട്ടങ്ങോ വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. നിൻവിളി കേട്ടങ്ങോ വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. അവർക്കൊക്കെ അറിയാമല്ലേ? എന്താണ് അപ്പോൾ ഇന്നലെ സംഭവിച്ചത്? സ്കൂളിൽ നിന്ന് വന്ന് ഇവിടെ എല്ലാവരും പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു. വീട്ടിൽ ആരുമില്ല, സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സഹോദരി ഉണ്ടോ? ഒരു എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? അത് 6-7 തോന്നുന്നു. കൊച്ചുകുട്ടിയാണ്. അച്ഛനും അമ്മയും ഇല്ല. അമ്മ ഗൾഫിലും. അച്ഛൻ ഒരു മോനേ ഉള്ളൂ. ഈ അമ്മ ഈ കഷ്ടപ്പെട്ട് അവിടെ എന്തായിരിക്കും ജോലി അറിയോ? അറിയില്ല. കഷ്ടപ്പെട്ടാണ് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ചതല്ലേ? അതെ. അപ്പം അമ്മ ഇവിടെ ഇല്ലാതായിട്ട് എത്ര കാലമായി? ഇപ്പോൾ ഈ ഇടയ്ക്ക് പോയതുള്ളൂ. ഒരു വർഷത്തിനകത്താവും. ഒരു വർഷത്തിനകത്തായി. കുട്ടിക്ക് ഇപ്പോൾ 15 വയസ്സാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത്രയും കാലം ഇംഗ്ലീഷ് മീഡിയത്തിൽ ഈ സ്കൂളിൽ തന്നെ ആയിരുന്നല്ലോ. നല്ല പോസ്റ്റുള്ള ഒരു സ്കൂളല്ലേ? നല്ല ഇത് സ്കൂളാണ്. അവിടെ വേറെ പയ്യനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. സ്കൂളിൽ പ്രശ്നങ്ങളൊന്നുമില്ല. സ്കൂളിൽ ക്ലാസ്സിൽ കയറുന്നില്ല എന്നുള്ളത് അവർ ചെറിയ സൂചനയുണ്ട്. മറ്റാൾക്കാർ പറയുന്നുണ്ടായിരുന്നു കുറെ കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം അച്ഛനും അമ്മയും നാട്ടിലില്ലല്ലോ. അതിൻ്റെ സ്വാഭാവികമായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഈ വീട്ടിലാരാ ഉള്ളത്? വീട്ടിൽ പയ്യൻ്റെ അമ്മൂമ്മയാണ് ഇപ്പം നോക്കുന്നത്. ആഹാരം കൊടുക്കാനും. വീട് അങ്ങനത്തെ വീടാ? പാവങ്ങളാണ്. അപ്പൊ എങ്ങനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ? ഇതെല്ലാം പള്ളി സ്ഥലമല്ലേ? ഓ, ഇതെല്ലാം പള്ളി സ്ഥലങ്ങളാണ്. മൊത്തം പള്ളി സ്ഥലമാണ്. ഇതുവരെ പള്ളി സ്ഥലമാണ്. ഓ, അങ്ങനെ പറയൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രമാണം ഇല്ലേ? പ്രമാണമില്ല. എല്ലാം പള്ളിക്കാണ് സ്വന്തം. പള്ളിയുടെ സ്വന്തം. അവിടെ നമുക്ക് താമസിക്കാം, വിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പള്ളി ചെയ്ത വലിയൊരു കാര്യമാണ് അതല്ലേ? പുറത്തുള്ളവർക്ക് കൊടുക്കാൻ നോക്കില്ല. വീട് വെച്ച് തന്നോ പള്ളിക്കാർ? ഇല്ല, അവർ സ്ഥലം തരും, നമ്മൾ വീട് വെച്ചോ. ഓ, അത് ശരി. അവിടെ തനിയെ വീട് വയ്ക്കുക. അല്പം സ്ഥലം എത്ര സെന്റ് തരും? അങ്ങനെയല്ല, നമ്മൾ സ്ഥലം കാണിച്ചു കൊടുത്താൽ അങ്ങനെ സെന്റ് കണക്കാക്കി. അതൊരു വലിയ കാര്യമാണ്. വീട് വെക്കേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ. ഓക്കെ. എനിവേ, എന്നാലും ഈ നാട്ടിൽ കൂട്ടുകെട്ടും ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പയ്യന്? ബഹളമൊന്നുമില്ല, കൂട്ടുകെട്ടുകൾ കുറച്ചുണ്ട്. എന്നാലും അമ്മൂമ്മരെ ഒരു കൺട്രോളിൽ പോകണമുണ്ട്. വലിയ ഒരിതില്ല. അപ്പോൾ ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നു. ഇവിടെ വീട്ടിലാരും ഇല്ലായിരുന്നു. ആ സഹോദരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും കയറ് എവിടെ നിന്ന് എടുത്തെന്ന് ഒരു കൊണ്ടുവന്നതാണോ ഒന്നും ഒരു പിടിയില്ല. കയറിലാണോ? ആ ബാത്റൂമിൽ കണ്ടായിരുന്നോ? ഞാൻ പോയില്ല. ഇവിടെ നമ്മൾ അറിഞ്ഞതാണ്. കയറിലാണ്, ഷാളല്ല. കാരണം നമ്മൾ പള്ളിയിലായിരുന്നു. ഓക്കെ, എല്ലാവരും പള്ളിയിലായിരുന്നു. അപ്പോൾ ഈ കുടുംബങ്ങളാകെ എല്ലാം പള്ളി. എന്തായിരുന്നു പള്ളിയിൽ ഇന്നലെ മറ്റേ സെബസ്ത്യാനോസിന്റെ ദർശനത്തിരുന്നാളായിരുന്നു. ഇവൻ പള്ളിയിൽ വന്നതുമില്ല. സ്കൂൾ കഴിഞ്ഞ് കുളിച്ച് സാധാരണ പള്ളിയിലേക്ക് വരുന്നതാണ് രീതി. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആരെങ്കിലും കണ്ടതുണ്ടോ ഇവനെ? ഇന്നലെ വൈകുന്നേരം ഇവിടെ പരിസരത്തുള്ളവരൊക്കെ കണ്ടവരുണ്ട്. അവർ കണ്ടവരുടെ ഇവന്റെ മാനസിക നില ഈ ഒരു ആത്മഹത്യയിലേക്ക് ഇല്ല, ഒരു ഇതുമില്ല. സൈക്കിളും ചവിട്ടി സുഖമായിട്ട്. അപ്പോൾ ഇതിൽ വല്ലവരും അപായപ്പെടുത്തി എന്നൊരു സൂചന? ഒരു പിടിയില്ല. ഇവന് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇതിന് വിരട്ടിയോ പറയ്ക്കോ ഒരു പിടിയില്ല. സ്കൂളിൽ പഠിക്കുന്ന കൊച്ചല്ലേ, എന്തിനാണെന്ന്. കമ്പനികളിൽ പെൺകുട്ടികളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം വല്ലതും പറയാനുണ്ടോ? നാട്ടുതലപ്പിൽ പോലെ? ഇല്ല, ഇത് ആമ്പിളരായിട്ടുള്ള കമ്പനിയാണ്. ആമ്പിളരായിട്ടുള്ള കമ്പനി. ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വല്ലതും ഉണ്ടോന്നും ഇനി അറിയേണ്ടിയിരിക്കും. ഡൗട്ട്, അത് അറിയണം. അത് ഡൗട്ടാണ്. നാട്ടുകാരൊക്കെ പറയണുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന്. അപ്പോൾ നിങ്ങളിതെങ്ങനെ അറിയുന്നത്? പള്ളിയിൽ നമ്മൾ ഇവിടെ നിന്നപ്പോൾ ഇതേപോലെ ഇന്നലെ ഈ സംഭവം കഴിഞ്ഞ് കൊണ്ടുപോയതിനു ശേഷമാണ് അറിഞ്ഞത്. ഓ, അതുവരെ അറിഞ്ഞില്ല. ഇല്ല. അപ്പോൾ ആരാണ് ആദ്യം കണ്ടത്? അവിടെ ആരാണെന്ന് ഒരു പിടിയില്ല. അപ്പോൾ നിങ്ങളറിയുമ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞു.
ആ കുട്ടിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും പരാതിയൊന്നും ഉള്ളതായി കേൾക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് സ്കൂളിൽ പഠിത്തത്തിൽ വളരെ പിന്നിലോട്ടാണ് എന്ന ഒരു പരാതി ഉണ്ടാവുകയും അതേ തുടർന്ന് വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് ആ വീട്ടിൽ അച്ഛനും അമ്മയും അകന്നു കഴിയുന്നവരാണ്, അതിലാരോ ഒരാൾ സ്കൂളിലേക്ക് ചെന്നെന്നും അന്ന് അവൻ ആ വിഷമത്തിൽ നാട് വിട്ടു എന്നുമൊക്കെ പറയുകയുണ്ടായി. ഈ സമയത്ത് പോലീസ് തന്നെയാണ് വിഴിഞ്ഞത്തുനിന്ന് കുട്ടിയെ കണ്ടെത്തി വീട്ടിലെത്തിച്ചു കൊടുത്തതും. അവിടെ സെബാസ്റ്റ്യൻസിന്റെ പെരുന്നാൾ നടക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഈ സ്ഥലം ഒന്നാകെ പള്ളിക്കാർ കൊടുത്തിരിക്കുന്നതാണ്. അവിടെ വീട് വെച്ച് പള്ളിക്കാരുടെ സ്ഥലമാണ്. പള്ളിക്കാരുടെ അവിടെ ചെറിയ ചെറിയ കുടിലുകൾ പോലെയുള്ള പാരമ്പര്യമായിട്ട് താമസിക്കുന്ന ക്രിസ്ത്യാനികളാണ്. അങ്ങനെയുള്ള ഒരു വീട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അച്ഛൻ അവിടെ ഇല്ലല്ലേ? അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നത്തിലാണ്. അച്ഛനും കുറെ കാലമായിട്ട് ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ വീട് അവിടെ തന്നെയാണ്. പക്ഷെ അമ്മ അവിടെ ഇല്ലല്ലോ. അമ്മ അവിടെ ഇല്ല, ഗൾഫിലാണ്. മുത്തശ്ശിയാണ് ഈ കൊച്ചിനെ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 15 വയസ്സുണ്ട്. ഇവ ഇന്നലെ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് സാധാരണ ആ ഭാഗത്തു നിന്നുള്ള എല്ലാവരും ഒരുമിച്ച് ഇന്നലെ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു. ഇവൻ വീട്ടിൽ വന്നുടനെ തന്നെ ഇത് ചെയ്യുകയായിരുന്നു, ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇവൻ്റെ മനസ്സിൽ ആ പദ്ധതി ഉണ്ടായിരുന്നു എന്ന് വേണം അല്ലേ? ജീവൻ അവസാനിപ്പിക്കും. സ്കൂളിൽ വെച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്നാണ് അധ്യാപകർ പറഞ്ഞതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത് ഞങ്ങളോട്. പക്ഷെ നമ്മളവിടെ ഇരുന്നപ്പോൾ ഒരാളെന്തോ നിങ്ങളോട് സംസാരിച്ചല്ലോ. അത് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ സ്കൂളിൽ നിന്നും ഇവിടെ ബാലനാപുരത്ത് വീട്ടിലെത്തുന്നത് വരെ അകത്ത് എന്തെങ്കിലും സുഹൃത്തുക്കളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ, വഴക്കമെല്ലാം ഉണ്ടായിട്ടുണ്ടോ? സുഹൃത്തുക്കളുണ്ട്. അതിനായിട്ട് വേർക്കുന്ന വഴക്കുണ്ടായിട്ടുണ്ടോ, അങ്ങനെ വേറെ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളിൽ എന്തെങ്കിലും വ്യാപാരം പുള്ളിക്ക് ഇത്ര ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളോ എന്നുള്ള കാര്യം ഇനി പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷെ ഞാൻ ഒരാളോട് സംസാരിച്ചല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷന് ഇവന് മാർക്ക് കുറവായിരുന്നു. ആ സ്കൂളിനെ സംബന്ധിച്ച് ഫൈനൽ എക്സാമിനേഷന് ഒരു കുട്ടി വിടണമെങ്കിൽ കഴിഞ്ഞ മുൻ എക്സാമിനേഷൻ്റെ മാർക്കൊക്കെ നോക്കി അങ്ങനെ ഒരു പ്രഷർ പിള്ളേർക്ക് ഉണ്ടത്രേ, അല്ലെങ്കിൽ എക്സാമിനേഷൻ ഇരുത്തൂല എന്നൊക്കെ. അങ്ങനെ ചില സ്കൂളുകൾ ഇങ്ങനെയാണ്, നേരത്തെ ഉള്ള മാർക്ക് അനുസരിച്ച് അല്ലെങ്കിൽ സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം മാർക്ക് നോക്കിയിട്ട് മാത്രമേ അവർ എക്സാമിനേഷൻ ഇരുത്തുകയുള്ളൂ. അങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ വിജയ ശതമാനം കൂടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. അത് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ്. അത് എന്തെങ്കിലും ഒരു വളരെ തക്കതായിട്ടുള്ള ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവനാണെങ്കിൽ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കുന്നത് കൊണ്ടുള്ള മാനസികമായ പ്രശ്നങ്ങളും ഈ കൊച്ചിൻ്റെ ധാരാളമുണ്ട്. ഒരു അനുജത്തി എന്തോ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അവന് 6ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുകയാണ്. ഒരു വിഷയം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ മുത്തശ്ശികൾ വളർത്തുന്ന കുട്ടികൾക്ക് കുറച്ച് വാത്സല്യമൊക്കെ കൂടും. കാരണം എന്തിനും ഏതിനും അനുവാദം കിട്ടും എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഈ പാരൻസിൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികൾ വളരുക. അനുവാദം കിട്ടും, വാശി പിടിക്കാൻ പറ്റും. അല്ല, എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല. എപ്പോഴും സൈക്കിളുമായിട്ട് കറങ്ങി ഇങ്ങനെ നടക്കുന്നു, സുഹൃത്തുക്കളുമായിട്ട് ഒരുമിച്ച് നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളുണ്ടെന്ന്. നേരത്തെ ഒരു പ്രാവശ്യം സ്കൂളിൽ തന്നെ വച്ച് പിന്നെ ബാഗുമെല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഇവൻ വേറെ ഏതോ ബന്ധുക്കളുടെ വീട്ടിൽ പോയി പറയാതെ പോയതായിട്ടും ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും ചെറിയ ചില ഇങ്ങനെ ഒളിച്ചോടുന്ന സ്വഭാവം അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഒരു സ്വഭാവം, ഇതൊക്കെ ആ കുട്ടിയിൽ പ്രകടമായിട്ടുണ്ടെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഈ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ നമ്മളോട് വേറൊരാൾ പറഞ്ഞത് അവന് സുഹൃത്തുക്കൾ ഉണ്ടെന്നാണ്, സുഹൃത്തുക്കളുടെ അവനുണ്ടെന്നാണ്, കൂട്ടുകെട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ കൂട്ടുകെട്ടിൽ ഇന്നത്തെ കാലത്ത് വല്ല ലഹരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ എന്നോട് പറഞ്ഞ ആള് അതങ്ങനെ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ അവർ ആളല്ല എന്നാണ് പറഞ്ഞത്. സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ലഹരി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെയുള്ള കാര്യങ്ങളിൽ വ്യക്തമല്ല. കാരണം ബന്ധുക്കളിൽ നിന്നും അവരുടെ അടുത്ത അയൽവാസികളിൽ നിന്നും അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള തെളിവും അവർക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ബോഡി ആദ്യം അവർ സ്വകാര്യ ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകര കൊണ്ടുപോയി. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിരിക്കുന്നതായിട്ട് ഞങ്ങൾ രാവിലെ അവിടെ പോയപ്പോൾ അറിയാം. തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് 2ാമത്തെ മരണം. ദൈവവചനമാണ് നാം കേട്ടത്. സ്വർഗ്ഗദ്വാരം തുറക്കൂ.
കാരുണ്യമായി പോടെ നോക്കൂ, നിൻവിളി കേട്ടങ്ങോ വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ, നിൻവിളി കേട്ടങ്ങോ വന്ന. മതവും വിശ്വാസങ്ങളും ഒക്കെ പലതും നമ്മോട് പറയുന്നു. പക്ഷെ മക്കളെ, ഈ ജീവിതത്തിൽ തന്നെ, ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ സ്വർഗം തീർക്കാനാവണം. ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങൾ തരണം ചെയ്യുകയും വേണം. നന്ദി.